സാറ് സർക്കാരിന് പണം ഉണ്ടാക്കി കൊടുക്കണ എല്ലാവർക്കും പൈസ ഉണ്ടാക്കി കൊടുക്കട്ടെ. സാറിൻ്റെ ആവശ്യമുള്ളതുണ്ട്. ഞങ്ങൾ സാധാരണക്കാർ, പട്ടിണിക്കാർ, ഓരോ പെൺകുട്ടികൾ അവരുടെ ഭാര്യ, ഓരോ പെൺകുട്ടികളെ കെട്ടുതാലി വരെ പണയം വെച്ച് വണ്ടി വാങ്ങിച്ചിട്ടിട്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് വാങ്ങിച്ചിട്ടിരിക്കുന്നത്. ആ വണ്ടി ഇറക്കാൻ പറ്റൂല. ഗണേഷ് സാറ് 23 വർഷത്തെ കാറ് നിലത്തിൽ കൂടി കൊണ്ടുപോകുന്നുണ്ട്. അത് കൊള്ളാം, പോളിസി കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ മാത്രം അത് കയറ്റിക്കൂടാ, പിന്നെ നിലത്തിൽ കൂടി കൊണ്ടുപോവാം. അതെന്തൊരു ന്യായം? 2 ന്യായം ഉണ്ടാ. നിർത്തിയ കംപ്ലീറ്റ് വണ്ടികൾ നിർത്തണം 15 വർഷത്തെ. ഇല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ വരെ വണ്ടി നിർത്താൻ പറ്റൂല. ഈ പാവപ്പെട്ടവരെ പിടിച്ചു പറിച്ച് ഡ്രൈവിംഗ് സ്കൂള് മൊത്തം പിടിച്ചു പറിച്ചിട്ട് ഇപ്പം അയാൾ ആദ്യം പറഞ്ഞെന്തുവാ, ഗൾഫ് മോഡലാക്കാൻ. അന്നാണ് ഞാൻ പറഞ്ഞ 1,30,000 രൂപയാവുന്നു. ഇപ്പം ഒറ്റയടിക്ക് അടിച്ച് റേഷൻ വിലയ്ക്ക് പഠിപ്പിക്കുകയാണ്. ഇതെന്തോന്ന് ന്യായം? ഏത് സർക്കാർ ഈ ഗണേഷ് സാറിനെ ഇതിൽ കയറ്റി ഇരുത്തിയ അവരെ തന്നെ പറയണം. കാര്യം ഇയാളൊരു കോൺഗ്രസ്സുകാരനാണ്. ഒരു കോൺഗ്രസ്സുകാരൻ്റെ മോന് ഈ കമ്മ്യൂണിസ്റ്റുകാരെ കസേര കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആ കമ്മ്യൂണിസ്റ്റ് തകർത്തി തരേ ഉള്ളൂ. അടുത്തത് BJP പോയില്ലെങ്കിൽ എൻ്റെ പേര് പട്ടിക്കിട്ട് വിളിച്ചോ. ഇയാൾ അടുത്തത് ഇവിടെ താരമ്പോൾ അങ്ങോട്ട് പൊലിയും. ഈ മതിൽ ചാടി കയ്യാല ചാടി നടക്കുക പുള്ളിക്കാരെ. ആന്റണി സാർ ഇരുന്നാ പോരായിരുന്ന? ഇയാൾ കയറി ഇരുന്ന എന്തിനാ? ഇയാൾ എന്തിനാ വന്ന ഞങ്ങളെ നശിപ്പിക്കാനായിട്ട്? ഞങ്ങൾക്ക് ഒന്നുകൊണ്ട് ഒരു നാൾ ഞങ്ങളെല്ലാവരും പുള്ളിക്കാരൻ്റെ വീട്ടിൻ്റെ മുമ്പ് ചെന്നിരുന്ന് ഞാൻ അന്ന് പറഞ്ഞ കണക്ക് തന്നെ പയറും കഞ്ഞിയും വെച്ച് കുടിച്ച് അവിടെ കിടക്കും. ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകരുടെ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള സമരം നിരന്തരമായി തുടരുകയാണ്. മന്ത്രി കൊണ്ടുവന്ന ഭരണപരിഷ്കാരങ്ങളാണ് ഇതിൻ്റെ കാരണമായി പറയുന്നത്. കേന്ദ്രം കൊണ്ടുവന്ന ഭരണപരിഷ്കാരങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകരുടെ പ്രതിഷേധം ഇന്നും സെക്രട്ടേറിയറ്റ് പടിക്കൽ തുടരുകയാണ്. ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരും എല്ലാവരും തന്നെ ഈ ഒരു സമരത്തിൽ, അതായത് CI2 ആണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഭരണപക്ഷത്തിരിക്കുന്ന മന്ത്രിക്കെതിരെ CI2 തന്നെ സമരവുമായിട്ടെത്തുന്ന കാഴ്ച. മുമ്പ് നമ്മളോട് പ്രതികരിച്ച അധ്യാപക തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് നമ്മോടൊപ്പം ചേരുകയാണ്. പ്രതികരണത്തിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഇറങ്ങി ഇത്രയും മേൽ നന്നാക്കിയാൽ നല്ല ഒരു സമാധാനമുണ്ട്. എല്ലാവരും ഇറങ്ങിയല്ലോ. ആദ്യം തന്നെ തുടക്കം ഞാൻ തന്നെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ആഴ്ച ബുധനാഴ്ച പിണറായി സാറിനെ കണ്ടു, ഇതെല്ലാം കൊടുത്തു, പാർട്ടി ഓഫീസിൽ വിളിച്ചു, സംസാരിച്ചു, എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഇതായി. ഇപ്പം ഇവരെല്ലാം സമരം നടത്തി. ഇപ്പം മാറ്റിയിട്ടുണ്ട്. ഇപ്പം സ്ലോട്ട് മാറ്റി. നമുക്ക് സ്ലോട്ട് കിട്ടുന്നില്ല. നമുക്ക് ഒരു കുട്ടിക്ക് ഒരു കുട്ടി നമ്മളടുത്ത് പഠിക്കാൻ വരുമ്പം നമുക്കത് സന്തോഷമാണ്. ആ കുട്ടിക്ക് സന്തോഷിക്കുന്ന വെച്ചാൽ ഒരു കുട്ടിയെ വരുമ്പം ആ കുട്ടിയെ ലേണേഴ്സ് എടുക്കണം. നമ്മൾ ഒരാഴ്ചക്കകത്ത് ലേണേഴ്സ് എടുപ്പിക്കും. ആ കുട്ടി ലേണേഴ്സ് എടുക്കാൻ പറ്റാതെ നിന്ന 26-ാം തീയതി, അടുത്ത മാസം 26-ാം തീയതി ടെസ്റ്റിന് കിട്ടിയാൽ ആ കുട്ടിക്ക് പഠിക്കാൻ പോണ കുട്ടിയാണ്, വിദേശത്ത് പോണ കുട്ടികളാണ്, എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അവർക്കിങ്ങനെ സ്ലോട്ട് തരാതിരുന്ന നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഗണേഷ് സാർ ഒരു കാര്യം പറയുന്നുണ്ട്. ഗണേഷ് സാർ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ പോകുന്നു. തുടങ്ങട്ടെ, നമുക്ക് പ്രശ്നമില്ല, തുടങ്ങട്ടെ. പക്ഷേ പരസ്യം ചെയ്യും പോലെ, ഉജാലയുടെ പരസ്യം, സ്വർണ്ണക്കടയുടെ പരസ്യം ചെയ്യും പോലെ സാറ് പറയുന്നത് എന്തുവാ? ഞങ്ങൾ ഫീസ് കുറച്ച് പഠിപ്പിക്കുന്നു, ഞങ്ങൾ പിന്നെ BPL കാർഡുകാർക്ക് കുറയ്ക്കുന്നു, മറ്റുള്ളവർക്ക് മറ്റേ കാർഡ് അനുസരിച്ച് കുറയ്ക്കുന്നു. നമ്മളെങ്ങനെയായിരിക്കും? അപ്പം മറ്റുള്ളവരെന്താണ്? അതിനെക്കാട്ട് സാറ് പരസ്യം ചെയ്ത് ഓണ് നടക്കട്ടെ. ജൂവലറിയുടെ പരസ്യം ചെയ്യുമല്ലോ, അതുപോലെയാണ് ഗണേഷ് സാർ ജൂവലറിയുടെ പരസ്യം ചെയ്യും പോലെ ചെയ്യുന്നത്. സാറ് ചെയ്യാൻ പോകുന്ന കാര്യം സാറ് ചെയ്തോട്ടെ, നമുക്ക് തർക്കമില്ല. നമുക്ക് കമ്പനിക്കാർ വന്നിട്ട് ഞങ്ങൾ ജീവിച്ചവരാണ്. പിന്നെ സാറിൻ്റെ വശത്തെ പെട്ടു. പക്ഷെ ഫീസിൽ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. കാരണം സാർ ഒന്നും പറയേണ്ട കാര്യമില്ല. സാറ് തുടങ്ങട്ടെ. സാറ് സർക്കാരിന് പണം ഉണ്ടാക്കി കൊടുക്കണ എല്ലാവർക്കും പൈസ ഉണ്ടാക്കി കൊടുക്കട്ടെ. സാറിൻ്റെ ആവശ്യമുള്ളതുണ്ട്. ഞങ്ങൾ സാധാരണക്കാർ, പട്ടിണിക്കാർ, ഓരോ പെൺകുട്ടികൾ അവരുടെ ഭാര്യ, ഓരോ പെൺകുട്ടികളെ കെട്ടുതാലി വരെ പണയം വെച്ച് വണ്ടി വാങ്ങിച്ചിട്ടിട്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് വാങ്ങിച്ചിട്ടിരിക്കുന്നത്. ആ വണ്ടി ഇറക്കാൻ പറ്റൂല. ഗണേഷ് സാറ് 23 വർഷത്തെ കാറ് നിലത്തിൽ കൂടി കൊണ്ടുപോകുന്നുണ്ട്. അത് കൊള്ളാം, പോളിസി കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ മാത്രം അത് കയറ്റിക്കൂടാ, പിന്നെ നിലത്തിൽ കൂടി കൊണ്ടുപോവാം. അതെന്തൊരു ന്യായം? 2 ന്യായം ഉണ്ടാ. നിർത്തിയ കംപ്ലീറ്റ് വണ്ടികൾ നിർത്തണം 15 വർഷത്തെ. ഇല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ വരെ വണ്ടി നിർത്താൻ പറ്റൂല. ഞങ്ങൾക്കൊന്നും അത്രയും ഒരു പിന്നെ പണമുള്ളവരോ ഇല്ല അങ്ങനെയുള്ളവരൊന്നല്ല. എങ്കിൽ പിന്നെ നമ്മൾ ഈ വെയിലത്ത് ഇറങ്ങണ്ടല്ലോ.
പാവപ്പെട്ടവർ. സാറിന്റെ ഒരു ഭരണപക്ഷത്തെ മന്ത്രിക്കെതിരെ തന്നെ CIT ഇത്തരത്തിലുള്ള ഒരു സമരം ചെയ്യുവാണ്. അപ്പൊ അത് നിങ്ങളുടെ ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമല്ലോ. അല്ല, സർക്കാരിന് എന്ത് ചെയ്യാൻ? സർക്കാർ അറിഞ്ഞു വേണം ഇത് പറഞ്ഞ് ചെയ്യാൻ. അല്ലാതെ സർക്കാർ അറിയാത്ത രീതിയിൽ ഇരുന്നാൽ നമ്മളിങ്ങനെ ജീവിക്കാം. അതുകൊണ്ട് തന്നെ CIT-കാർ ഇറങ്ങി. ഞാൻ CIT ഞാൻ പറഞ്ഞല്ലോ, ഞാൻ CIT-കാരിയായിരുന്നു, ഇറങ്ങി നിൽക്കുകയായിരുന്നു. ഇന്ന് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിന് വേണ്ടി മാത്രം എല്ലാവരും വന്നുകൊണ്ട് ഞാൻ വന്നതാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ കയറൂലായിരുന്നു. ഞാൻ കയറാത്ത കാര്യം എന്ത്? ഞങ്ങൾക്ക് ഇപ്പോഴും എനിക്ക് ചുമന്ന കൊടിയുടെ ഒരു നല്ല ഇതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ? ഇങ്ങനെയുള്ള ഈ ഗണേഷ് സാറിനെ പോലെയുള്ളവരെ കയറ്റി ഇരുത്തിയിട്ടല്ലേ ഇങ്ങനെ വന്നത്. ഗണേഷ് കുമാർ വന്നപ്പോ തൊട്ടേ പല അഭിപ്രായ വ്യത്യാസങ്ങളും. അതെ, വന്ന് കയറിയതിൻ്റെ അന്ന് പറയുവാണ് ഡ്രൈവിംഗ് സ്കൂളിന്റെ കാര്യവും ട്രാൻസ്പോർട്ടിന്റെ കാര്യവും. ട്രാൻസ്പോർട്ടിന് ലാഭം ഉണ്ടാക്കി കൊടുക്കട്ടെ. ഡ്രൈവിംഗ് സ്കൂളുകാർ ഇത്രയും ജനങ്ങൾ കിടക്കണം വന്നതിൽ പിന്നെ KSRTCക്ക് മാറ്റം വന്നിട്ടുണ്ടെന്ന്. അത് മാറ്റം വരട്ടെ, അത് നമുക്ക് എന്ത് ചെയ്യാനാ? അതിലൊന്നും പറയാനില്ല. അത് അയാളെ വശം പോട്ടെ. ഈ പാവപ്പെട്ടവരെ പിടിച്ചു പറിച്ച് ഡ്രൈവിംഗ് സ്കൂള് മൊത്തം പിടിച്ചു പറിച്ചിട്ട് ഇപ്പൊ അയാൾ ആദ്യം പറഞ്ഞ എന്തുവാ? ഗൾഫ് മോഡലാക്കാൻ. അന്നാണ് ഞാൻ പറഞ്ഞ 1,30,000 രൂപ. ഇപ്പൊ ഒറ്റയടിക്ക് അടിച്ച് റേഷൻ വിലയ്ക്ക് പഠിപ്പിക്കാന്ന്. ഇതെന്തോന്ന് ന്യായം? ഏത് സർക്കാർ ഈ ഗണേഷ് സാറിനെ ഇതിൽ കയറ്റി ഇരുത്തിയ അവരെ തന്നെ പറയണം. കാര്യം ഇയാളൊരു കോൺഗ്രസ്സുകാരനാണ്. ഒരു കോൺഗ്രസ്സുകാരന്റെ മോന് ഈ കമ്മ്യൂണിസ്റ്റുകാരെ കസേര കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആ കമ്മ്യൂണിസ്റ്റ് തകർത്തി തരേ ഉള്ളൂ. മനസ്സിലായാ? അത് തകർക്കാനാണ് കേട്ടോ. എന്നിട്ട് BJP പോവും. അടുത്തത് കണ്ടോ? അടുത്തത് BJP പോവും. പോയില്ലെങ്കിൽ എൻ്റെ പേര് പട്ടിക്കിട്ട് വിളിച്ചോ. ഇയാൾ അടുത്തത് ഇവിടെ താരുമ്പോ അങ്ങോട്ട് പൊലിയും. ഈ മതില് ചാടി കയ്യാല ചാടി നടക്കുക പുള്ളിക്കാരെ. അതിനൊന്നും ഇവിടെ സമ്മതിക്കൂല. ഞങ്ങൾ ആരും താമസിക്കൂല. ഞങ്ങൾ ഒരു സ്കൂളുകാരും ഏത് പാർട്ടി ആവട്ടെ ഏത് ഇതാവട്ടെ ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാരല്ല ഒറ്റക്കെട്ട. ഞാൻ അന്ന് ഒറ്റയ്ക്ക് വാദിച്ചപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഇവരെ ആരെ അന്ന് കണ്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് വാദിച്ചപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഗണേഷ് സാറിൻ്റെ ആൾക്കാർ വിളിച്ചിട്ട് വേലക്കാരികളെ കയ്യിൽ ജോലിക്ക് പോണ പെണ്ണുങ്ങളെ കയ്യിൽ ഇതിരിക്കണമെന്ന് പറയണം. ഏത്? പിന്നെ മൊബൈൽ ഉണ്ടെന്ന്. ഇന്ന് മൊബൈൽ ആർക്ക് വേണോ എടുക്കാം ലോണിൽ. ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ലോൺ പഠിപ്പിക്കാൻ പറ്റൂല, അറിയാമല്ലോ. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, ജോലിക്കാരെ ശരീരത്തോടുന്ന ബ്ലഡ് മഞ്ഞയും സാധാരണ മുതലാളിമാരെ മക്കളെ പുറത്ത് ഓടുന്നത് ബ്ലഡ് ചുമപ്പുമാണോ? പിന്നെ അങ്ങനെ തരംതിരിക്കാനാണ് ഈ 2.5 വർഷത്തേക്ക് ഇതിൽ കയറിയിരുന്നത്. ആന്റണി സാർ ഇരുന്നാൽ പോരായിരുന്ന? ഇയാൾ കയറിയിരുന്ന എന്തിനാ? ഇയാൾ എന്തിനാ വന്ന ഞങ്ങളെ നശിപ്പിക്കാനായിട്ട്? ഞങ്ങൾക്ക് ഒന്നുണ്ട് ഒരു നാൾ ഞങ്ങളെല്ലാവരും പുള്ളിക്കാരൻ്റെ വീട്ടിൻ്റെ മുമ്പ് ചെന്നിരുന്ന് ഞാൻ അന്ന് പറഞ്ഞണക്ക് തന്നെ പയറും കഞ്ഞിയും വെച്ച് കുടിച്ച് അവിടെ കിടക്കും. ഇതിന് ഒരു ഒത്തീർപ്പ് തന്നില്ലെങ്കിൽ ഇനി അടുത്ത നമ്മൾ പോണ അതാണ്. ആരും വന്നില്ലെങ്കിൽ ഞങ്ങൾ കുറേ 3-4 വിധവേളെങ്കിലും അവിടെ പോകും. കഴിഞ്ഞോണ പോയ പിണറായി സാറിൻ്റെ അടുത്ത് പോയ കണക്ക് വിധവേളെങ്കിലും പോകും. കാര്യം നമ്മൾ വിട്ടുകൊടുക്കൂല, ഒരു രീതിയിലും വിട്ടുകൊടുക്കൂല. ഇയാൾ ഞങ്ങളെ കൊന്ന് തിന്നണം. ഇതിന് വേണ്ടി വന്നതാണ്. ഇനി ഇതിനും കൂടി പണം ഉണ്ടാക്കി ആർക്കും കൊടുക്കാൻ? അയാൾക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പിന്നെ ഈ പാവപ്പെട്ട ഞങ്ങളെപ്പോലെ ഉള്ളവരെന്ന് പിടിച്ചു പറിച്ച് ഞങ്ങളെ സ്കൂൾ കൊണ്ടുപോയി ഇയാൾക്ക് എന്ത് നേടാൻ? ട്രാൻസ്പോർട്ടിൽ തുടങ്ങുമ്പോൾ അറിയാം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോണ്ട്, തുടങ്ങാൻ എന്തോ ചെയ്യട്ടെ, ജൂവലറി പരസ്യം ചെയ്യും പോലെ പരസ്യം ചെയ്യണ്ട. ഞങ്ങൾക്ക് അഡ്മിഷൻ ആൾക്കാർ മോശമാണ്. ഇപ്പോൾ വരുന്നത് കുറവാണ് അഡ്മിഷൻ. എന്തെന്നറിയാമോ? നമുക്ക് വരുന്ന കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BPL കാർട്ടിന് കുറച്ച് പഠിപ്പിക്കാൻ നിൽക്കുമ്പോൾ ആൾക്കാർ അങ്ങോട്ടല്ലേ പോവുള്ളൂ. നമ്മളെ മുമ്പ് വരുമോ? ഞങ്ങളെന്ത് ചെയ്യണം? ഞങ്ങൾക്ക് പെട്രോൾ പമ്പില്ല സ്വന്തമായിട്ട്, നമുക്ക് വസ്തുക്കളില്ല. ഏക്കർ കണക്കിനുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വെയിൽ കൊള്ളണോ? ഞങ്ങൾ കൊള്ളേണ്ട കാര്യമില്ല. ഇന്ന് ഇവിടെ വന്നിടന്ന് ഈ സമരം ഉണ്ടാക്കണോ? നമുക്ക് വീട്ടിൽ ഏസിക്കകത്തിരിക്കായിരുന്നു. നല്ല ഇയാളെ പോലെയുള്ള പണം ഉണ്ടായിരുന്നെങ്കിൽ. ഇയാൾക്ക് പല വഴിയിൽ നിന്നും കൊണ്ട് അയാൾ അച്ഛനും ഉണ്ടാക്കി, അയാളും ഉണ്ടാക്കി, എല്ലാവരും ഉണ്ടാക്കിയിട്ടിരിക്കുക. അതുകൊണ്ട് ഇനി അത് പറ്റൂല. എൻ്റെ ഇനി എന്ത് ഗുണ്ടകളെ വിട്ട് എൻ്റെ വീട്ടിൽ ഇനിയും വിടാൻ പറയാം. ഇയാളെ ഇത് കഴിഞ്ഞ ശേഷം എൻ്റെ വീട്ടിൽ ഗുണ്ട വിട്ട് ഇനിയും വിടാൻ പറയാം. ഇനി വരുന്നവൻ്റെ കാല് ഞാൻ വെട്ടിയെടുക്കും, ഏവനായാലും. അങ്ങനെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഗണേഷ് കുമാർ വിട്ടതാണെന്ന് ഉറപ്പുണ്ട്. ഞങ്ങള് പാർട്ടി നോക്കിയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മോളാണ്. ഇപ്പം ഞാൻ BJP ഇവരൊന്ന് മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ഇവരൊന്നിനും ഇറങ്ങാത്തതുണ്ട്. ഇപ്പം ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സ് മാറുന്നുണ്ട്. മനസ്സിലായില്ലേ? കാര്യം ഇവരാരും അനങ്ങിയിട്ടില്ല. ഫസ്റ്റിൽ ഞാനാണ് ഇറങ്ങിയത്. ഇതിൽ അന്നല്ലോ, ഫസ്റ്റിൽ ഞാൻ തന്നെയല്ലോ ഇറങ്ങിയത്. വേറെ ആരെങ്കിലും വന്ന ഈ ജനങ്ങൾ ആരെയും കണ്ടോ? CIT-കാരെ കണ്ടോ? ആരെയും കണ്ടില്ല. ഇപ്പം CIT-കാർ വന്നു. ഞാൻ ഇന്ന് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയം നോക്കിയല്ല വന്നത്. ഞാൻ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് വേണ്ടിയാണ് വന്നത്. എനിക്കും അത്രയേ ഉള്ളൂ.